ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നു. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കയ്യിൽ വലിയ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ആ കുട്ടി അതിവിശിഷ്ടമായി കഴിവുള്ള കുട്ടിയാണ്. ഉമ്മയും വാപ്പയും അവനെക്കുറിച്ച് കുറേ പരാതികളുടെ കെട്ടഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ കുട്ടി വളരെ സ്മാർട്ടായിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം: നിങ്ങൾ എന്നെ കൗൺസിലിങ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചു എന്നോട്. 6ാം ക്ലാസ് പഠിക്കുന്ന 11 വയസ്സുകാരൻ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത വർത്താനം: എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഉമ്മയും വാപ്പയും ഇല്ലേ, അവരെയാണ് നിങ്ങൾ ആദ്യം ശരിയാക്കേണ്ടത്. തെളിവായിട്ട് എൻ്റെ അനിയത്തിനെ ഞാൻ പുറത്തു കൊണ്ടാന്ന് ഇരുത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ അവളെയും കൂടി വിളിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ വീട്ടിലെ വിഷയം? അപ്പോൾ കുട്ടി പറയാ, ഏറാണ് സാറേ വീട്ടിൻ്റെ അകത്ത്. ഏറെന്ന് പറഞ്ഞാൽ എറിയുക. എന്താണ് എറിയുന്നത്? കിണ്ണെടുത്തിട്ട് ഉമ്മ ഇങ്ങോട്ട് എറിയും, അന്നേരം ഇസ്തിരിപ്പെടുത്തിട്ട് ഉപ്പ് എടുത്തിട്ട് അങ്ങോട്ട് എറിയും. റിമോട്ട് എടുത്തിട്ട് എറിയുന്ന കാണാം, മൊബൈൽ എടുത്തിട്ടും എറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൊള്ളാണ്ട് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കുരുത്തക്കേട് കാണിക്കാണ്ടിരിക്കുക? ഞങ്ങളെ മനസ്സിൽ സമ്മർദ്ദങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഞങ്ങളുടെ മനസ്സിൽ സമ്മർദ്ദങ്ങളുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്.